നമ്മൾ ദുബായ് എയർപോർട്ടിൽ എത്തുന്ന സമയത്തുണ്ടല്ലോ, അവിടെ ചെന്നിറങ്ങിയാൽ തന്നെ അറബികളെ കാണുമ്പോൾ തന്നെ നമുക്ക് അതിശയം തോന്നും. അവരുടെ ജീവിത രീതിയും നമ്മളുടെ ജീവിത രീതിയും വളരെ വ്യത്യാസമാണ്. അങ്ങനെയാണ് നമ്മൾ അവിടെ എത്തിപ്പെടുന്നത്. എത്തിപ്പെട്ടതിന് ശേഷം ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ ദുബായിലും അബുദാബിയിലും ഒക്കെ നടന്ന് വളരെയധികം ത്യാഗം സഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ വന്ന് പറഞ്ഞത് റിഗിലേക്ക് ആളുകൾ എടുക്കുന്നുണ്ട്, അത് പെട്രോളിയം കമ്പനിയാണ് എടുക്കുന്നതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടേക്ക് ചെല്ലുന്നത്. പക്ഷെ ആ ചെന്ന സമയത്ത് നമ്മളെപ്പോലെ ആയിരക്കണക്കിന് അഭയാർത്ഥികളുമായിട്ടും അതുപോലെ ജോലി അന്വേഷിച്ച് വരുന്നവരായിട്ട് പല പല രാജ്യങ്ങളിൽ തന്നെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളും എല്ലാവരും ഉണ്ട്. പക്ഷെ റിക്രൂട്ടിങ് സമയത്ത് നമ്മുടെ ചെന്ന സമയത്ത് നമ്മളെ കണ്ടപ്പോൾ അയാൾക്ക് ഒരു സിമ്പതി തോന്നി നമ്മളോട്. നിങ്ങളെങ്ങനെ കേരളത്തിൽ നിന്ന് വരുന്ന ആളാണ് അതേന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് ചെറിയൊരു വൈക്ലഭ്യം അവർക്കുണ്ടായി. എങ്കിലും ഞാൻ നമ്മൾ അറിയുന്ന തരത്തിലെല്ലാം അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് നമ്മൾ ഓക്കെ അടിച്ചു. അങ്ങനെയാണ് നമ്മൾ റിഗ് എന്നൊരു പരിപാടി എന്താണെന്നുള്ളത് നമ്മൾ അവിടെ കാണാൻ പോകുന്നത്. അങ്ങനെ റിഗ് ചെന്നു. പക്ഷെ നമ്മൾ റിഗ് എന്ന് പറയുന്നത് ചില ഷിപ്പ്, നമുക്ക് ശരിക്കും കടലിലാണ് ഈ റിഗിന്റെ എല്ലാവിധ വർക്കുകളും നടക്കുന്നത്. നമ്മൾ വിചാരിച്ച് എണ്ണ കുഴിച്ചെടുക്കുന്ന പരിപാടിയാണ്. പക്ഷെ അതൊന്നും അല്ല. അവിടെ എണ്ണ കുഴിച്ചെടുക്കുക എന്നുള്ളതൊന്നും അല്ല അതിൻ്റെ പ്രത്യേകത. അവിടെ ക്രൂഡ് ഓയിൽ വരും, പ്യൂർ ഓയിൽ വരും, പിന്നെ ടാറാണ് ലാസ്റ്റ് വരുന്ന ഈ എണ്ണയുടെ ലാസ്റ്റ് കീടൻ. അങ്ങനെ 5 തരം ഓയിലുകളാക്കി മാറ്റിയെടുത്തിട്ടാണ് റിഫൈനറിയിൽ നിന്ന് ഈ സാധനം പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു ഹെലികോപ്റ്ററിൽ സാധ്യത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ഹെലികോപ്റ്ററിൽ 5 പേര് കൂടിയിട്ട് ഹെലികോപ്റ്ററിൽ റിഗിലേക്ക് പോയത്. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ദുർഗന്ധമായ ഭയങ്കര സ്മെല്ല്. പക്ഷെ നമുക്ക് ജോലിയുടെ ആവശ്യമില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ സഹിച്ച് നിൽക്കുകയാണ് ഉണ്ടായത്. എങ്കിലും നമുക്ക് വലിയ സാലറി കിട്ടുന്നുണ്ട്, ജനങ്ങളോട് സംസാരിക്കാനുള്ളതായ എല്ലാ സൗകര്യങ്ങളുണ്ട്, ഭക്ഷണമൊക്കെ വളരെ നല്ല ഫുഡായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഒരു റെസ്റ്റ് ഇല്ലാത്തൊരു ജീവിതം പോലെയാണ് അവിടെ ഉള്ളത്. കാരണം വെച്ചാൽ ഓരോ സമയത്തും ഓരോ വർക്കുകൾ ഉണ്ടാവും. ഞാൻ അവിടെ ചെന്ന സമയത്ത് എനിക്ക് കിട്ടിയത് ഒരു പെയിന്റിങ്ങിന്റെ വർക്കാണ്. ആ പെയിന്റിങ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എവിടെ നമ്മൾ ഈ റിഗിന്റെ മുകളിൽ വലിയ വലിയ തൂണുകളൊക്കെ ആയിട്ടുള്ള നിൽക്കുന്നതായ റിഗ്, ഷിപ്പിൽ തന്നെ ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ മുകളിലാണ് ഈ റിഗ് നിൽക്കുന്നത്. കടലിലാണെങ്കിൽ നമുക്ക് ഇത് കാണും, താഴത്തേക്ക് നോക്കുമ്പോൾ കടലിന് കാണുമ്പോൾ നമുക്ക് കോളികൾക്കം പോലെ ഭയങ്കര വിഷമം ഉണ്ടാവും. എങ്കിലും നമ്മളത് ഒന്നും ഗവനിച്ച് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഒരു ആവശ്യമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്നാണ് അങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഒരു 4-5 വർഷത്തോളം നമ്മൾ അവിടെ ആ സെക്ഷനിൽ റിഗിൽ 2 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ നമുക്ക് കരയ്ക്ക് അവരുടെ കമ്പനിയിൽ തന്നെ ഒരു ജോലി, ചെറിയൊരു ജോലി നമുക്ക് കിട്ടി. ആ കിട്ടിയതിൽ നമുക്ക് പലതരത്തിലും കഷ്ടപ്പാടുകളും ഉണ്ടായിട്ടുണ്ട് റിഗിൽ തന്നെ. കാരണം വെച്ചാൽ അവിടെ വന്ന് ചെന്നിരുന്നിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് ഒരാൾക്ക്. അതിൽ എനിക്കും ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു സൈഡിൽ തട്ടിപ്പോയി, ഒരു പൈപ്പ് വന്ന് തട്ടി പൊട്ടി വീണിട്ട് ഒരു 5-6 ആൾക്കാർക്ക് പരിക്കൊക്കെ പറ്റി. അപ്പം എപ്പോഴും അപകടങ്ങൾ വരാൻ പറ്റുന്ന സാഹചര്യമുള്ളതായ ഒരു സ്ഥലമാണ് ഈ റിഗ്. എന്നാലും 350-400 ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ റിഗ് എന്ന് പറഞ്ഞത്. അതിൽ കെമിക്കൽ വിഭാഗമുണ്ട്, മറ്റേ റിഫൈനറി സെക്ഷനുണ്ട്, പല പല ഓരോ സെക്ഷനായിട്ടാണ് ജോലിക്കാരുടെ അവിടെ റിക്രൂട്ട് ചെയ്തിട്ട് എടുത്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ ജോലി ചെയ്തതിന് ശേഷം വളരെ നമുക്ക് 15 ദിവസം കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് വരാം. അപ്പോൾ നമ്മൾ ഹെലികോപ്റ്ററിൽ നമ്മൾ തന്നെ നമ്മുടെ സാധ്യത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ താമസപരമാരുള്ളതായ എല്ലാ ഭക്ഷണം ചെലവുകളൊക്കെ അവർ തരും. ആ തരുന്ന സമയത്തും നമുക്ക് പിന്നെ 15 ദിവസം കഴിഞ്ഞ് വീണ്ടും പോകുമ്പോഴും വളരെയധികം ഭയത്തോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ജോലിക്ക് കയറുന്നത്. കാരണം വെച്ചാൽ കടലിൻ്റെ നടുക്കാണ് ഇതിൻ്റെ കളി. ആ കളി കഴിഞ്ഞ് വീണ്ടും അങ്ങനെ 15 ദിവസം 20 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാം, നല്ല സാലറിയും കിട്ടും. പക്ഷെ അന്ന് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അന്ന് ഒരു 1000 ഉറുപ്പ്യ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ 450-500 ഗ്രാംസ് ഉണ്ടെങ്കിൽ 1000 ഉറുപ്പ്യ ഇവിടെ കിട്ടുള്ളൂ.
അത് ഇന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അന്ന് ഞാനത് 1974 കാലഘട്ടത്തിലാണ് ഞാൻ ഗൾഫിൽ പോകുന്നത്. അവിടെ നിന്ന് വന്നതിന് ശേഷം ഇവിടെ വന്ന് നോക്കുമ്പോൾ അവിടുത്തെ ഉറുപ്പിയുടെ വാല്യൂഷൻ അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് അത് ഒരു 1000 ദിർഹം കൊടുത്താൽ ഇവിടെ ഒരു 17,000 ഉറുപ്പിക 8,000 അടുത്ത് കിട്ടും. അന്ന് അവിടെ 1000 ദിർഹംസ് നമ്മൾ കൊടുത്താൽ ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2,000 ഉറുപ്പിക ഇവിടെ കിട്ടുക. ആ ഒരു വ്യത്യാസം ഇപ്പാണ് 10-35 കൊല്ലം അല്പ കൊല്ലത്തിന്റെ അടുക്ക ആയിട്ടാണ്. അത് നമ്മൾ ഇന്ന് ജനങ്ങൾക്ക് അത് അവിടെ പോയാൽ തന്നെയാണ് അതിനെ പറ്റിയിട്ടുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ഓരോരുത്തരുടെ വിഷമങ്ങളും ഒക്കെ നമുക്ക് അറിയുള്ളൂ. അവിടെ ആണെങ്കിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സംവിധാനത്തിൽ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് കൂടി ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നത് നമ്മുടെ വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് നമ്മുടെ സ്റ്റാഫുകൾ ആളുകളൊക്കെ നമ്മൾ അങ്ങോട്ട് പെരുമാറുന്നത്. അത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു റൂമിൽ തന്നെ 4-5 ആളുകൾ താമസിക്കും. ഒരാളോട് ദിവസം ഓരോരുത്തർ ഭക്ഷണം പാകം ചെയ്യും. പക്ഷെ നമുക്ക് ഈ ജോലിയൊക്കെ പ്രധാനത്താൽ നമുക്ക് 15 ദിവസം നമ്മൾ ഇവിടെ വന്ന് നിൽക്കുള്ളൂ. പിന്നെ വീണ്ടും നമ്മൾ 15 ദിവസം കഴിഞ്ഞാൽ റിഗിലേക്ക് തന്നെ പോകണം. അത് നാട്ടിലേക്ക് നമുക്ക് വരണമെങ്കിൽ വരാം. 6 മാസം 3 മാസം കൂടുമ്പോൾ വരുന്നവരുണ്ട്, മാസത്തിൽ ഒരിക്കൽ വരുന്ന ആളുകളുണ്ട്. അത് ജോലിക്കനുസരിച്ചാണ് അതിൻ്റെ കാര്യങ്ങൾ വരിക. എന്നാലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് അത് അവിടെ പോയി വരിക എന്ന് പറഞ്ഞാൽ വളരെ ക്ലേശകരമായ കാര്യമാണ്. എങ്കിലും ദുബായ് അല്ലെങ്കിൽ അബുദാബി എന്നുള്ളതായ ഒരു സ്വപ്നം ഉണ്ടല്ലോ, അത് നമുക്ക് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്നിട്ട് കാര്യമുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ നമുക്ക് അതിനനുസരിച്ച് കൂടുതൽ സൗകര്യം ഉണ്ടെങ്കിൽ കഴിയുന്നതും നാട്ടിൽ കൂടെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം.